ഹലോ, ഞാനിന്നൊരു ചെറിയൊരു മത്തിക്കറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നല്ല പച്ച മത്തി കിട്ടിയിട്ടുണ്ട്, ചെറിയ മത്തിയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കാനായിട്ടാണ് പോകുന്നത്. അരച്ചല്ല, ഇത് തിളപ്പിക്കുന്നൊരു കറിയാണ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളാണ്, നമുക്കധികം കൂട്ടൊന്നും വേണ്ട. നമ്മളൊരു ചട്ടി വെച്ചു. ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കും. ആ കറിവേപ്പിലയും എണ്ണയിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിലേക്ക് 3-4 പച്ചമുളക് നമ്മൾ അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കും. ഇതെല്ലാം ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും കൂടെ ഇതിലേക്കിട്ട് നന്നായി എണ്ണയിൽ വഴറ്റുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉള്ളിയും എല്ലാം വാടി കിട്ടാനായിട്ട് ചെറിയൊരു ടിപ്പാണ്. അതായത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് എല്ലാ ഇതും വാടി വരും. അപ്പോൾ ഇതെല്ലാം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി നിങ്ങളുടെ എരിവ് നോക്കി അതിൻ്റെ പാകത്തിനെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ മുളക് പൊടിയും നമ്മൾ ഇതേപോലെ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ നന്നായി മൂത്ത് കിട്ടണം. അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ലും ആ കളറും കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അരപ്പ് റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ 2 ചെറിയ തക്കാളിയാണ് ഇതിനായിട്ട് എടുത്തേക്കണത്. 2 ചെറിയ തക്കാളി മിക്സിയിൽ ഞാൻ അടിച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ തക്കാളിയുടെ ഗ്രേവിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് തക്കാളിയുടെ ഗ്രേവി ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ കൊടമ്പുളി 2 കഷ്ണം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് ചെറുതീയിൽ കിടന്നൊന്ന് വെട്ടിത്തിളക്കണം. അത് കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് നമുക്ക് എന്തോരമാണ് ചാറ് വേണ്ടത് പാകത്തിന് പറ്റിയ വെള്ളവും ഒഴിച്ച് കുറച്ച് കല്ലുപ്പും ഇട്ട് നമ്മളെപ്പോഴും മീൻ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ മീൻ ഇടരുത്. ഒരു 5 മിനിറ്റ് മീൻ തിളച്ച് കഴിയുമ്പോൾ സിമ്മിലാക്കി ഉപ്പും പുളിയും നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉപ്പും പുളിയൊക്കെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ചാള നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിനിയൊരു നന്നായി തിളച്ചതിന് ശേഷം സിമ്മിലേക്ക് ആക്കുക. എന്നിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. വെന്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചേരുവയായ 2 തണ്ട് കറിവേപ്പില, ആ 2 കറിവേപ്പിലയുടെ തണ്ടും ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റിൽ നമ്മൾ ആ മൂടി തുറക്കുമ്പോഴേക്കും നമുക്ക് നല്ല മണവും നല്ല ടേസ്റ്റുമുള്ള നല്ലൊരു മീൻ കറി റെഡിയായി കിട്ടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.